ഈ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്ന ആളുകളാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട കുറച്ച് ഭക്ഷണങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. ആദ്യത്തേത് ഫോളിക് ആസിഡ്. ഈ ഫോളിക് ആസിഡ് കൂടുതലായിട്ടുള്ളത് ഈ ഇലക്കറികളിലും ബീൻസ്, കടല, പയർ തുടങ്ങിയവയിലൊക്കെയാണ്. ഫോളിക് ആസിഡ് എന്തുകൊണ്ടും പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്ന ആളുകൾ കുട്ടികളുടെ ഈ ന്യൂറോ ഡെവലപ്മെന്റിനൊക്കെ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ്. രണ്ടാമത്തേത് കൂടുതൽ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, അതായത് മുട്ട, പാല്, പാലുൽപ്പന്നങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, സോയ, പിന്നെ മീന്, ചിക്കന്, നട്ട്സ്, സീഡ്സ്, ഇതിലൊക്കെ കൂടുതലായിട്ട് പ്രോട്ടീൻ കണ്ടന്റ് ഉള്ളത് കൊണ്ട് തന്നെ ഇതൊക്കെ നമുക്ക് ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. അടുത്തത് കാൽഷ്യം കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, അതായത് ചീസ്, അതുപോലെ ഇലക്കറികളായിട്ടുള്ള ചീര, ഇതിലൊക്കെ കൂടുതലായിട്ട് കാൽഷ്യം അടങ്ങിയിട്ടുണ്ട്. പിന്നെ ബീട്രൂട്ട്, പയർവർഗ്ഗങ്ങൾ, മത്സ്യം, മാംസം, ശർക്കര, ഇതിലൊക്കെ കൂടുതലായിട്ട് അയണിന്റെ കണ്ടന്റ് ഉണ്ട്. അടുത്തത് വൈറ്റമിൻ സി. നെല്ലിക്ക, സ്ട്രോബെറി, ബ്രക്കോളി, നാരങ്ങ, ഓറഞ്ച്, ഇതിലൊക്കെ കൂടുതലായിട്ട് വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. അടുത്തത് വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, അതായത് പാല്, മുട്ട, മത്സ്യം തുടങ്ങിയവ. പിന്നെ ഒമേഗ 3 ഫാറ്റി ആസിഡ്, ചെറു മത്സ്യങ്ങൾ, വാൾനട്ട്, ഫ്ലേക്സ് സീഡ് തുടങ്ങിയവ. പിന്നെ നമുക്കറിയുന്ന പോലെ തന്നെ ഫൈബർ അടങ്ങിയിട്ടുള്ള പഴങ്ങള്, പച്ചക്കറികള്, ഓട്സ്, പയറുവർഗ്ഗങ്ങൾ, ഇവയൊക്കെ. ഇതിന്റെ കൂട്ടത്തിൽ നന്നായിട്ട് വെള്ളം കുടിക്കുക, കൊഴുപ്പ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക, ചായ, കാപ്പി, ആൽക്കഹോൾ തുടങ്ങിയവയൊക്കെ ഒഴിവാക്കിയാൽ നമുക്ക് നല്ലൊരു ബേബി പ്ലാനിങ്ങിന്റെ കൂടെ ഇതുകൂടി നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഹെൽത്തി ആയിട്ടൊരു ബേബിക്ക് നമുക്ക് ജന്മം കൊടുക്കാനായിട്ട് സാധിക്കും.